ഇന്നത്തെ വീഡിയോയിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ചില ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ആക്സസറീസ് ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിനു മുമ്പേ ചെയ്ത ഒരു തെറ്റ് തിരുത്തുകയാണ്. ഇത് വിപ്രോയുടെ ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. വിപ്രോയുടെ ഏത് സ്മാർട്ട് ഡിവൈസസ് നമ്മൾ ഇന്ത്യയിൽ വാങ്ങിയാലും അവരുടെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ആമസോൺ അലക്സ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ പറയുന്നത് നിങ്ങൾ വിപ്രോയുടെ സ്മാർട്ട് ഹോം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതുമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫോണുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. വിപ്രോയുടെ സ്മാർട്ട് ഹോം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനകത്തൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതായത് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം, അതേപോലെ ഒരു പാസ്വേഡും സെറ്റ് ചെയ്യണം. പാസ്വേഡ് സെറ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വിപ്രോയുടെ സ്മാർട്ട് പ്ലഗ് അല്ലെങ്കിൽ സ്മാർട്ട് ഡിവൈസസ് നിങ്ങളുടെ അടുത്ത്, അതായത് ഈ ഫോണിൻ്റെ അടുത്ത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു സ്മാർട്ട് ലൈഫ് ആപ്ലിക്കേഷൻ അത് വന്നിരുന്നു. അതായത് വിപ്രോയുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രൊഡക്റ്റ് കണക്ട് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമായിരുന്നു സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇത്രയും ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളുടെ സ്മാർട്ട് ലൈറ്റോ അല്ലെങ്കിൽ സ്മാർട്ട് പ്ലഗോ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോഞ്ച് ടാപ്പ് ടു റൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ദെന്നിൻ്റെ അവിടെ ആഡ് ടാസ്ക് കൊടുക്കുക. അതിനുശേഷം റൺ ദ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡിവൈസ് ആണോ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ, അതായത് സ്വിച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡിവൈസ് ഈ ഒരു ആക്ഷനിലൂടെ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ വരുമ്പോൾ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിനകത്ത് സീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ടാപ്പ് ടു റൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറേ സീൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാം. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആക്ഷനിലൂടെ ക്രിയേറ്റ് ചെയ്ത സീനുകൾ കാണാൻ കഴിയും. ഏറ്റവും താഴെയായിട്ട് ആഡ് ടു സിരി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതിലൊന്ന് ടാപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഐഫോണുമായിട്ട് ഈ ഒരു സ്മാർട്ട് പ്ലഗ് കണക്ട് ആയിട്ടുണ്ടാവും. ഇനി നേരെ നമ്മൾ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഷോർട്ട് കട്ട് അവിടെ കാണാൻ കഴിയും. അതായത് സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തൊരു ഷോർട്ട് കട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് നിങ്ങൾ രണ്ട് വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയാൽ മതി. ഒന്ന്, നിങ്ങൾ ഇതിന്റെ പേര് മാറ്റണം. അതായത് എന്ത് പറയുമ്പോഴാണ് ഈ ഒരു സ്മാർട്ട് ഡിവൈസ് വർക്ക് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ടേൺ ഓൺ സ്റ്റുഡിയോ ലൈറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ആക്ഷൻ പേജിൽ നമുക്ക് ഒരു ആരോ മാർക്ക് കാണാൻ കഴിയും. ഈ ഒരു ആരോ മാർക്ക് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഷോ വെൻ റൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇത് ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി ഈ ഷോർട്ട് കട്ട് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ആ ഒരു സീനി കൊടുത്തത് നിങ്ങൾക്ക് അതേപോലെ ഈ ഒരു ലൈറ്റ് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഓട്ടോമേഷൻസുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ഫുൾ ചാർജ് ആകുമ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സ്മാർട്ട് പ്ലഗ് ഓഫ് ചെയ്യാം, അതേപോലെ ഇവിടെ കാണുന്ന സൈഡ് ബാറിൽ നിന്ന് നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ലൈറ്റോ സ്വിച്ചോ ഒക്കെ ഓഫ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഇതിനു മുമ്പേ ചെയ്ത വീഡിയോയിലുണ്ട്. ആ വീഡിയോയുടെ ടൈം ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ടൈം ലൈൻ മുതൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകത്തില്ല. ഇത് ഞാൻ ഇന്ന് കാണിക്കുന്ന പ്രൊഡക്റ്റുകളിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ പ്രത്യേകം ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് പ്ലഗ് വർക്ക് ആകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ലിങ്കും പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ടാണ് ഓരോ ഐഫോൺ ഡിവൈസസും വാങ്ങുന്നത്. ഈ ഐഫോൺ ഡിവൈസസിനെ കെയർ ചെയ്യുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം റീസെയിൽ വാല്യൂവിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഐഫോണിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും പലരും റേറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഫോണിനെ അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്ന ചില ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ആക്സസറീസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചെറിയ പേന പോലിരിക്കുന്ന ഒരു ഗാഡ്ജറ്റാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പഴയ മഷിപ്പേനയെ അനുസ്മരിക്കുന്ന ഒരു നിബ്ബ് നമുക്ക് കാണാൻ കഴിയും. ഈ നിബ്ബ് ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ്നിങ് പോർട്ടിൻ്റെ ഇടയിലും അതേപോലെ സ്പീക്കർ ഗ്രില്ലിൻ്റെ ഇടയിലും ഫ്രണ്ടിലും ഒക്കെ കാണുന്ന ചെറിയ അഴുക്കുകൾ തോണ്ടിയെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് എയർപോർട്സിന്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഉള്ളത്. അതിനുശേഷം ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ബ്രഷ് കാണാൻ കഴിയും. ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വശങ്ങളിലും ക്യാമറയുടെ ഇടയിലും ഒക്കെയുള്ള പൊടികളും അതേപോലെ നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലെ പൊടികൾ വളരെ നീറ്റായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് കളയാൻ സഹായിക്കും. അതുമാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റിന്റെ മറ്റൊരു വശം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഇത് മൈക്രോഫൈബർ ആണെന്ന്. കാരണം ഇത് ഞാൻ എവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയോ അവിടുത്തെ പൊടിപടലങ്ങളെല്ലാം ഈ ഒരു ബ്രഷ് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് എയർപോർട്സ് ഒക്കെ വൃത്തിയാക്കാൻ നമ്മളെ ഇത് സഹായിക്കും. അപ്പോൾ 200-നും 300-നും ഇടയ്ക്ക് മാത്രം വിലയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഐഫോൺ വൃത്തിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ കോവിഡിന്റെ സമയത്ത് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അവരോട് ആപ്പിളുകാർ പറഞ്ഞ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണിത്. പക്ഷേ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ഐഫോൺ നമ്മുടെ സ്ക്രീനിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് അഴുക്കുകളും അതേപോലെ ഒരുപാട് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ വൃത്തിയാൻ, അതായത് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലിക്വിഡാണിത്. ഇത് നിങ്ങളുടെ ഫോൺ സ്വല്പം ഒന്ന് അകലെ വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം ചെറിയൊരു മൈക്രോഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു തുണിയൊക്കെ എടുത്ത് നിങ്ങളുടെ ഫോൺ വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇത് കുറച്ചുകൂടെ നിങ്ങളുടെ ഫോൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ കവർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇത് വെച്ചൊന്ന് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ടെമ്പർ ഗ്ലാസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് സ്പീക്കർ ഗ്രില്ലിന്റെ ഇടയിൽ ഒരുവിധം അഴുക്കുകൾ വന്നു കൂടാനുള്ള സാധ്യതയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ പ്രത്യേകിച്ച് iPhone 12 ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾക്കും തീർച്ചയായിട്ടും ഇത് കാണും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ഒരു ടെമ്പർ ഗ്ലാസ് ഉപയോഗിക്കാം. ഈ ഒരു ടെമ്പർ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്പീക്കർ ഗ്രില്ലിന്റെ അവിടെ ഒരു മെറ്റൽ ഏരിയ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പീക്കർ ഗ്രില്ലിന്റെ അകത്തോട്ട് അഴുക്കുകൾ പോകാതെ ഇവിടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ പലരും പറയാറുണ്ട് നമ്മുടെ സെൻസേഴ്സ് കവർ ചെയ്യുന്ന ടെമ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. നല്ല ബ്രാൻഡഡ് കമ്പനീസിന്റെ ടെമ്പർ ഗ്ലാസ് ആണെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ iPhone മാത്രമല്ല, ഇതിനു മുമ്പുള്ള എല്ലാ പ്രൊഡക്റ്റുകളും, അതായത് എല്ലാ ഫോണുകളും ഉപയോഗിച്ചപ്പോഴും പണ്ട് തൊട്ടേ ഞാൻ ഇതേപോലുള്ള ടെമ്പർ ഗ്ലാസുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു സെൻസറിന്റെ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുൻവശത്തുള്ള സ്പീക്കർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുപോലെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ് ഈ താഴത്തെ സ്പീക്കേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. ഇതിനകത്ത് കുറച്ചധികം സ്റ്റിക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിന് അനുയോജ്യമായ സ്റ്റിക്കറുകൾ എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സ്പീക്കറിന്റെ ആ ഒരു പോർഷനിൽ ഒട്ടിക്കുക. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു ഫോൺ കേസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒട്ടിച്ചതായിട്ട് നമുക്ക് പലർക്കും മനസ്സിലാകില്ല. അപ്പോൾ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഇതൊരു പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരു ഫോൺ വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ കൂടെ വരുന്ന ആക്സസറീസും സൂക്ഷിക്കുക എന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം മിക്കവാറും എല്ലാ പ്രൊഡക്റ്റ് വാങ്ങിയാലും നമുക്കൊരു ചാർജിങ് കേബിൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ചാർജസ് ലഭിക്കാറില്ല. ഇങ്ങനെയുള്ള ചാർജിങ് കേബിൾസ് പലപ്പോഴും നമ്മൾ അലക്ഷ്യമായിട്ടായിരിക്കും സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചുരുട്ടി കൂട്ടി ബാഗിനകത്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വെൽക്രോ ടേപ്പ്. ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഇതേപോലെ ഒരു വെൽക്രോ ടേപ്പ് ആയിരുന്നു. ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ വയറിന് ചുറ്റും ഇങ്ങനെ ചുരുട്ടി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഉപയോഗം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വയർ ഉപയോഗിക്കാൻ നേരം ഈ ഒരു വെൽക്രോ ടേപ്പ് ഊരി മാറ്റും. അതിനുശേഷം ഇത് എവിടെയെങ്കിലും നഷ്ടമാകുന്നതാണ്. പിന്നെ അവസാനം നമ്മൾ വേറെ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും. അതിന് പകരമായിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു വെൽക്രോ ടേപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെൽക്രോ ടേപ്പിന്റെ ഒരു ഭാഗം നിങ്ങളുടെ കേബിളിലേക്ക് ചേർത്ത് പിടിപ്പിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ ഈ ഒരു വെൽക്രോ ടേപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കേബിളുകൾ ചുരുട്ടി വെക്കാൻ കഴിയും. അതുപോലെ വളരെ എളുപ്പത്തിൽ ഇത് ക്യാരി ചെയ്യാനും നിങ്ങളെ ഇത് സഹായിക്കും. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന iPhone പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ആക്സസറീസ്. ഇനി iPhone ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ചില ആക്സസറീസും കൂടെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. മിക്കവാറും എല്ലാവരും UPI ട്രാൻസാക്ഷൻ മെത്തേഡ് വന്നതിന് ശേഷം ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പണ്ടൊക്കെ നിങ്ങൾ വലിയൊരു വാലറ്റ് ആയിരിക്കും പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. എന്തായാലും എനിക്ക് വലിയ വാലറ്റ് കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പണ്ട് മുട്ടേ ഉപയോഗിച്ചത് ഇതേപോലെ കോമ്പാക്റ്റ് ആയിട്ടൊരു വാലറ്റാണ്. പക്ഷേ ഇതിന്റെ ഉപയോഗം വീണ്ടും കുറഞ്ഞു വന്നു. അതായത് നമ്മുടെ ഫോണിന്റെ പുറകിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന മാക്സേവ് വാലറ്റാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് മനസ്സിലായി. 5500 രൂപ എന്താണ് ആപ്പിളിന്റെ ഒറിജിനൽ മാക്സേവ് വാലറ്റ് വാങ്ങാൻ. അതിന് പകരം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു 700-800 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി തീർച്ചയായും നല്ലതാണ്. സ്റ്റിച്ച് ക്വാളിറ്റിയും മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം തീർച്ചയായും മനോഹരമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് 2 കാർഡ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഒരിക്കലും 3 കാർഡ് ഇതിൽ ഇടരുത്. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് അല്പം പ്രയാസപ്പെട്ടാണ് ആ 3ാമത്തെ കാർഡ് പുറത്തെടുത്തത്. അത് മാത്രമല്ല, നിങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്ന കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പുറകിൽ കാണുന്ന ഈ ഒരു പോക്കറ്റിൽ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് വളരെ എളുപ്പത്തിൽ പുറത്തു വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ മാക്സേവ് ഫോണിന്റെ പുറകിലേക്ക് വളരെ പെട്ടെന്ന് ഇത് ഒട്ടിച്ചു വെക്കാൻ കഴിയുന്നതാണ്. ഇതിന്റെ മാഗ്നറ്റ് സ്ട്രെങ്ത് വളരെ മനോഹരമാണ്. അത് മാത്രമല്ല, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്തതിന് ശേഷം ഈ ഒരു വാലറ്റ് വെക്കാൻ പ്രത്യേക സ്ഥലമൊന്നും കണ്ടെത്തണ്ട. ഏതെങ്കിലും ഒരു മെറ്റൽ സർഫേസ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ചേർത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി, അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച മാക്സേവ് വാലറ്റിൽ നിന്നുപരിയായി ഒരു അഡീഷണൽ ഫീച്ചറും കൂടെ തരുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്പീഗിൻ്റെ ഈ ഒരു വാലറ്റ്. ഏകദേശം 1200-2000 ഇടയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഓഫർ സമയങ്ങളിൽ 1200 ആ റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് 2 കാർഡുകൾ വെക്കാം. കഷ്ടിച്ച് വേണമെങ്കിൽ 3ാമതൊരു കാർഡ് കൂടി ഇതിനകത്ത് വെക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ പുറകിലെ ഈ ഒരു അടപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഫോൺ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിനൊരു പോരായ്മയുള്ളത്, മിക്കവാറും നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കവർ ഈ ഒരു വാലറ്റുമായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ആവത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് ഉപയോഗത്തിന് ശേഷം ഈ ഒരു കോർണർ ഏരിയ കീറിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് കാണിക്കുന്ന ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ആക്സസറികൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള പണി ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു വാലറ്റായിട്ട് ഉപയോഗിക്കാം. വാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് 3 കാർഡ് വെക്കാം. അതായത് ഒരു ഡെബിറ്റ് കാർഡ്, ഒരു ക്രെഡിറ്റ് കാർഡ്, നിങ്ങളുടെ ID കാർഡ്. അപ്പോൾ അത് 3ഉം കവറായി. വേണമെങ്കിൽ അത്യാവശ്യത്തിന് നമുക്കൊരു നോട്ടും ഇതിനകത്ത് വെക്കാൻ കഴിയും. അപ്പോൾ ചെറിയൊരു രീതിയിൽ നമുക്ക് ഇതിനകത്ത് ക്യാഷും ക്യാരി ചെയ്യാൻ കഴിയും. രണ്ടാമതായിട്ട് നമുക്ക് ഇതിനെ
സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. സ്റ്റാൻഡായിട്ട് ഒരു രീതിയിൽ മാത്രമല്ല പല രീതിയിൽ ഉപയോഗിക്കാം. ഇത് നേരെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അതേ രീതിയിൽ തന്നെ വെച്ച് നമ്മുടെ ഫോൺ ഒന്ന് ചെരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ച് സിനിമയൊക്കെ കാണാൻ കഴിയും. വേണമെങ്കിൽ നമ്മുടെ ഫോൺ വയർഡ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഇനി ഇതേ വാലറ്റ് നമ്മുടെ ക്യാമറ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആംഗിളിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും. ഇതൊന്നും കൂടാതെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചരിച്ചു വെച്ചും ഈ ഒരു വാലറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇത് ഐഫോണിന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫോണുകൾക്കും ഇതിന്റെ പ്രൊഡക്റ്റ് ലഭ്യമാണ്. എന്തായാലും ഐഫോണിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുവരെ ഞാൻ കാണിച്ച മാക്സേഫ് ആക്സസറീസ് എല്ലാം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ കേസ് ഇല്ലാതെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കേസ് ഒരു മാക്സേഫ് കേസ് ആയിരിക്കണം. അതായത് അതിനകത്തൊരു മെറ്റൽ റിങ്ങോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് റിങ്ങോ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന കേസ് തന്നെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമെങ്കിൽ ESRന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. ഇതിനകത്ത് 2 മെറ്റൽ റിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് സിൽവർ, അതായത് ഒരു റിഫ്ലക്റ്റീവ് ടൈപ്പും ഒന്നൊരു ബ്ലാക്ക് കളറും. ഇതിൽ നമ്മുടെ മെറ്റാലിക് റിങ് ഒട്ടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു പോർഷൻ എടുത്ത് നമ്മുടെ ലൈറ്റ്നിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗൈഡ് എടുത്ത് ഈ ഒരു ഐഫോൺ എന്ന് പറയുന്നിടത്ത് നമ്മളിത് പ്ലേസ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് മുകളിൽ കാണാൻ കഴിയും. കൃത്യമായിട്ട് ഈ ഗ്യാപ്പിന്റെ ഇടയിലേക്ക് നമുക്ക് ഈ ഒരു മെറ്റൽ റിംഗ് ഒട്ടിച്ചു കൊടുത്താൽ മതി. പ്രത്യേക ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ റഫ് ടെക്സ്ചർ ഉള്ള കേസ് ആണെങ്കിലും അതേപോലെ സിലിക്കൺ കേസ് ആണെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ പറയുന്നത് iPhone 12, 13 സീരീസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് iPhone 11 അല്ലെങ്കിൽ പഴയ ഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പ്ലേസ് ചെയ്യാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കാരണം ഇതൊരു മെറ്റൽ റിംഗ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു മെറ്റലിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച വാലറ്റുകളുടെ മാഗ്നറ്റ് വന്ന് ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന പ്രൊഡക്റ്റുകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.